BB380 കോഴികളെ കൊള്ളുകയില്ല, വളർത്താൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ പേരൊക്കെ കോഴി വളർത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കോഴിയുടെ കാര്യം പറഞ്ഞപ്പം തന്നെ അവിടെ കോഴികൾ സൗണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഫാം തുടങ്ങാനായിട്ടൊക്കെ ഇരുന്നവർ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കുറച്ച് കോഴികളെ വളർത്തിയിട്ട് അതിൻ്റെ ഗുണവും ദോഷമൊക്കെ മനസ്സിലാക്കിയിട്ട് വലുതിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് എന്നെ വിളിക്കുകയും മിനിയുടെ ആ വീഡിയോ നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഞങ്ങൾക്ക് അതുകൊണ്ട് കുറേശ്ശെ വളർത്തിയിട്ട് ഞങ്ങൾ ഇനി വലുതായിട്ട് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളും അതേപോലെ തന്നെ എന്നെ വാട്സപ്പ് കോളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ സന്തോഷമുണ്ട്. കുറച്ച് പേരെങ്കിലും കോഴികളെയൊക്കെ വളർത്തുകയെന്നുണ്ടെങ്കിൽ നല്ല മുട്ടയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കോഴിയെ വളർത്തിയിട്ട് കുറേ പേര് നഷ്ടമാണെന്ന് പറയുന്നുണ്ട്, കുറേ പേര് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവരുടെയും ഒരു പരാതി എന്ന് പറഞ്ഞാൽ കോഴിക്ക് തീറ്റ കൊടുത്ത് അങ്ങ് മുടിയുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കോഴിക്ക് നമ്മൾ ഒരുപാട് തീറ്റയൊന്നും അങ്ങനെ വാരി കൊടുക്കുന്നില്ല, എന്നാൽ ആവശ്യത്തിന് അവർക്ക് കുടിക്കുകയും വേണം. അവരുടെ തീറ്റ അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ മുട്ടയൊക്കെ കിട്ടത്തുള്ളൂ. ഏത് അളവിൽ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഒക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പം നമ്മൾ കോഴി ഒരു മിണ്ടാപ്രാണിക്ക് ഇച്ചിരി തീറ്റ കൊടുത്തിട്ട് അതിൻ്റെ കണക്കും പറഞ്ഞിരുന്നിട്ട് അത് ഇങ്ങോട്ട് തരുന്ന മുട്ടയുടെ അളവും പറഞ്ഞിരുന്നുകൊണ്ട് സങ്കടമുള്ളൊരു കാര്യമാണ് അല്ലേ? നമ്മൾ എന്തുമാത്രം എത്ര കിലോ അരിയാണ് നമ്മൾ ഓരോ മാസവും കഴിച്ചു തീർക്കുന്നത്? ആരെങ്കിലും കണക്ക് പറയുന്നുണ്ടോ? നമ്മളെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? അതുമില്ല. 10 പൈസയുടെ ഗുണം നമ്മളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അതുമില്ല. കോഴിയിലെന്നുണ്ടെങ്കിൽ മുട്ടയെങ്കിലും തരും, നമുക്ക് കൃഷി ചെയ്യാനുള്ള കാഷ്ടം കിട്ടും. പിന്നെ അവിടെ മുട്ട ഉൽപ്പാദനം കഴിഞ്ഞാൽ നമുക്കതിനെ ഇറച്ചിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാം. മനുഷ്യനാണെങ്കിലോ? അതുകൊണ്ട് കൂടുതൽ കണക്കൊന്നും പറയാതെ ഇരിക്കുക. അത്യാവശ്യം 10 കോഴികളെയൊക്കെ എല്ലാവരും വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കോഴിക്കൂട്ടിലോട്ട് കയറി നമ്മുടെ കോഴികളെയൊക്കെ ഒന്ന് കാണാം. ഇപ്പം ടയറൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ടയറിലിരുന്നാണ് മുട്ടയിടുന്നത്. ഇപ്പോൾ ഒരാൾ അതിനകത്ത് ഇരിപ്പുണ്ട്, കുറച്ച് പേരൊക്കെ ഇട്ട് കഴിഞ്ഞു ഉണ്ട്, ഒരാൾ ക്യൂ നിൽക്കുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അതിനകത്ത് എത്ര മുട്ടയുണ്ടെന്ന് നോക്കാം കേട്ടോ. 12 കോഴികളെയാണ് ഞാനിവിടെ BB380 കോഴികളാണ് വളർത്തുന്നത്. അവർ എനിക്ക് 11, 12 അല്ലെങ്കിൽ 10 അതിൽ കുറഞ്ഞ് മുട്ട ഇടാറേ ഇല്ല കേട്ടോ. നമുക്കൊന്ന് നോക്കിയാലോ എത്ര പേരുണ്ടെന്ന്. എഴുന്നേരടി ഇടുന്ന അടിപൊളി കുറച്ച് മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേ. ഒരാൾ ഇറങ്ങി അടുത്ത ആൾ കയറി. നമ്മളെ അതിഞ്ഞെടുക്കട്ടെ അമ്മ, അതിഞ്ഞെടുക്കട്ടെ. ഇനി ആൾക്കാർ ഇടാനുണ്ട്. നല്ല 1.5 മുട്ട, 8, 9 മുട്ട, നല്ല ചൂട് മുട്ട കണ്ടോ. നമ്മൾ കൊടുക്കുന്ന തീറ്റയും ഇലവർഗ്ഗങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ നല്ല മുട്ട, നല്ല സൂപ്പർ വലിയ മുട്ട. നമുക്ക് നല്ല വെയിറ്റുള്ള മുട്ട കേട്ടോ, നല്ല സൂപ്പർ മുട്ട. ഒരു തോലിനോ ഒരു കട്ടിക്കുറവോ ഒന്നുമില്ല. അത് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ അനുസരിച്ചിരിക്കും. അടുത്ത ആളിന് കയറിയിട്ടുണ്ട്. 10 മണി ആയതേ ഉള്ളൂ രാവിലെ, അപ്പോഴത്തേക്ക് ഇത്രയും പേരൊക്കെ ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഇനി അവർക്ക് കൊടുക്കുന്ന തീറ്റകളും കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് കാണാം. അപ്പം പിന്നെ ഞാൻ പറയുകയാണ്, ആദ്യമായിട്ടൊക്കെ കോഴിയെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 50 100 ഒക്കെ വാങ്ങിച്ച് വളർത്താതെ 5 10 എണ്ണത്തിനെ വാങ്ങിച്ച് ആദ്യം വളർത്തി നോക്കണം. എന്നിട്ട് അവർക്ക് വരുന്നതായ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നുണ്ടോ, മുട്ട ഉൽപ്പാദനമൊക്കെ എങ്ങനെ ഉണ്ട്, നമുക്ക് ലാഭകരമാണോ നഷ്ടമാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഇതിൻ്റെ കോഴികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഒരുപാടാക്കണമെന്നുണ്ടെങ്കിൽ, അതല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മതിയെന്നുണ്ടെങ്കിൽ ഒരു 10 15 കോഴിയെ വളർത്തുക. ഒരു 15 കോഴിയെ വളർത്തിയാലും നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് അധികം വരും. അപ്പോൾ ഈ അധികം വരുന്ന മുട്ട ആരെങ്കിലും വാങ്ങിക്കാനും കൂടെ ആളുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വളർത്താനായിട്ട്. അപ്പോൾ 1 2 പേരെ നമുക്ക് മുട്ട വാങ്ങിക്കാനായിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു നഷ്ടവും വരത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം കൂടുമ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള മുട്ട എടുത്തു കഴിഞ്ഞിട്ട് എനിക്കൊരു 250 രൂപയുടെ മുട്ട കൊടുക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം വേറെ 2 കോഴിയും കൂടെ അപ്പുറത്ത് കരിങ്കോഴി കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് യാതൊരു നഷ്ടമായിട്ടും തോന്നില്ല. നമ്മുടെ പറമ്പിലെ പുല്ലുകൾ, അതുപോലെ തന്നെ പിണ്ടി, കൂമ്പ്, പച്ചിലവർഗ്ഗങ്ങൾ, അസോളയൊക്കെ നന്നായിട്ട് നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പൊന്നാങ്കണ്ണി ചീര ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് നന്നായിട്ട് മുട്ടയിടാനും
നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുവാനും അവർക്കൊന്നും ഒരു അസുഖവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കോഴിയെ വളർത്തിയതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇപ്പം കോഴിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസോള ഇവിടെ വളർത്തുന്നുണ്ട്. അസോള ബെഡിനകത്ത് നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ അസോള വളർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ശുദ്ധമായ വെള്ളത്തിനകത്തോട്ട് ഒരു പിടി അസോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് വളർന്ന് കയറി വരും. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വാരിയെടുക്കാം. കണ്ടോ, നമ്മുടെ കോഴിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ഇത്. നമ്മൾ പൈപ്പിൻ്റെ കീഴ് വെച്ച് ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ കോഴിയുടെ തീറ്റയ്ക്കകത്തോട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നല്ല സൂപ്പറായിട്ട് അവരങ്ങ് കഴിച്ചോളും. ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് നല്ല സൂപ്പർ മുട്ട കിട്ടുന്നത് കേട്ടോ, നല്ല വെയിറ്റുള്ള മുട്ട കിട്ടുന്നത്. ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ നമ്മൾ അസോള കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇടുന്നത് നമ്മുടെ ലെയർ മാഷാണ്. ഈ ധാന്യം എല്ലാം കൂടെ ചേർന്നുള്ളതാണ് ലെയർ മാഷ് എന്ന് പറയുന്നത്. ലെയർ മാഷ് കൊടുക്കും. പിന്നെ ലെയർ പെല്ലറ്റ് മാത്രം കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം കടയിൽ ചെന്നപ്പം ലെയർ പെല്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിക്കൊണ്ട് ഇനി വന്നു. അപ്പം പക്ഷേങ്കിൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര ഒരു മടി. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം ലെയർ പെല്ലറ്റും 1 കപ്പ് അങ്ങോട്ട് ഇട്ടു. ഞാൻ അതോട്ട് 1 കപ്പ് അരി ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് നമ്മുടെ അസോളയാണ്. അസോള അതിനകത്തോട്ട് തട്ടിയിടാം. അപ്പോൾ ഈ അസോളയൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്നിപ്പം വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് ചോറാണ് കേട്ടോ. ചോറ് ഒരു അരപ്പരുവം വേവിച്ചതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൊടുക്കണം കേട്ടോ കോഴിക്ക്. അല്ലെങ്കിൽ പറയും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ലെയർ പെല്ലറ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ലെയർ മാഷ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ കോഴി വിചാരിക്കും. അപ്പോൾ ആ വിചാരം ഒന്നും വേണ്ട. നമ്മുടെ കോഴിക്കാണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും എല്ലാം കൊടുത്ത് ശീലിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടിട്ട് ഇളക്കി നല്ല അടിപൊളിയായിട്ട് ഒരു കോഴിക്ക് 100 മുതൽ 120 ഗ്രാം വരെ തീറ്റയാണ് കൊടുക്കേണ്ടത്. അത് ആ തീറ്റ എന്ന് പറയുന്നതാണ് അവരുടെ തീറ്റ, ആ ലെയർ മാഷ് എന്ന് പറയുന്ന തീറ്റ അല്ലെങ്കിൽ ലെയർ പെല്ലറ്റ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മളെല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ തീറ്റ കൊടുത്തെങ്കിലേ നമുക്ക് അത്യാവശ്യം നല്ല മുട്ടയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ കൈത്തീറ്റകളായിട്ടുള്ള തീറ്റ, ഇപ്പം രാവിലെയും വൈകുന്നേരവും മാത്രമേ ഞാൻ ഈ തീറ്റ കൊടുക്കത്തുള്ളൂ. ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇലവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ കൂമ്പ്, പിണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ പച്ചക്കറികളുടെ വേസ്റ്റോ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവരുടെ തീറ്റ ഞാൻ ഇതിനകത്തോട്ട് അവരുടെ തീറ്റ പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ അങ്ങ് കൊത്തി തിന്നാൻ വന്നിരിക്കാം. ആരടി പെണ്ണുങ്ങളെ, ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ ഇത് 2 നേരമായിട്ട് നമുക്ക് കൊടുക്കാം. കഴിച്ചേ, പോയിക്കേ നിങ്ങളുടെ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ കോഴികളെ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് ഒരു 5 ആയപ്പം വാങ്ങിച്ച കോഴിയാണ്. ഇപ്പം 1 വർഷം കഴിഞ്ഞു. ഇനിയും ഇവർ നല്ല സക്സസ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല കൊച്ചുങ്ങളാണ് ഇവർ, നല്ലതുപോലെ മുട്ടയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്കൊരു 15 കൂടെയൊക്കെ വാങ്ങിച്ച് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു വർഷമായല്ലോ ഇവരെ കൊണ്ടുവന്നിട്ട്. ഒരു 5 മാസം ആയപ്പോഴത്തേക്ക് ഇവർ എല്ലാവരും മുട്ടയിടാനായിട്ട് തുടങ്ങി. ഇന്നും 12 പേരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. വലിയ ആരോഗ്യക്കേടൊന്നും ഇല്ലാതെ തന്നെ 12 പേരും നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെ ഇച്ചിരൂടെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വളർത്തണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം ഇവരുടെ ഇനി 1 വർഷം വരെയൊക്കെയാണ് മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മുട്ട ഉൽപ്പാദനം കുറയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കോഴികളെ വളർത്തി നമുക്ക് മുട്ട കിട്ടത്തക്ക രീതിയിലുള്ള സ്റ്റേജിലാക്കി എടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇനി എന്തൊക്കെയാണ് തീറ്റ കൊടുക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അതുപോലെ തന്നെ ചിലർ എപ്പോഴും ആഴ്ചയിൽ എല്ലാ ദിവസവും കാൽസ്യം ഗുളികയും വിറ്റാമിൻ മരുന്നുകളൊക്കെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും കോഴികൾക്ക് വാരി കൊടുക്കണ്ട. അപ്പം മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക. പിന്നെ നമ്മൾ അസുഖം വരാതെ സൂക്ഷിക്കുക. ഈ കോഴികൾക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കാൽസ്യം ഗുളികയും കൊടുത്ത് വൈറ്റമിനും കൊടുത്ത് അങ്ങനെ വളർത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ നമ്മുടെ കൈമരുന്ന് കൊണ്ടൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ മാസത്തിൽ 2 തവണ നിങ്ങൾ കാൽസ്യം ടാബ്ലറ്റ് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ മറ്റുള്ള മരുന്നുകളൊന്നും ഞാൻ കോഴിക്ക് കൊടുക്കാറില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു മരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, വിക്സാണ്.
അത് വല്ലാതെ നിന്നാലോ ഒന്ന് തുമ്മിയാലോ ഒക്കെ ഞാൻ ഇച്ചിരി വിക്സ് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ചിറകൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ തലയിൽ ഇച്ചിരി ഒന്ന് അതിൻ്റെ ഉച്ചിയിലോട്ട് ഇച്ചിരി ഒന്ന് തേച്ച് കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ മരുന്നെന്ന് പറയുന്നത്. പക്ഷേ എനിക്കതൊരു വിശ്വാസമാണ്. അത് അവർ രക്ഷപ്പെടുകയും ചെയ്യും. അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അതുകൊണ്ടാണല്ലോ 12 പേര് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. ഇനി നാളത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്ത എന്തുവാ, പിന്നെ കോഴിയെ വളർത്തുന്നവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ വളർത്താനായിട്ട് ശ്രമിക്കുക. അയലത്തുകാർക്കൊക്കെ അവർക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും ചെല്ലാത്ത രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമുക്ക് എങ്ങനെ കുറേ കോഴികളെയൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെ വേസ്റ്റുകൾ എവിടെ കളയാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്ത് ഉപയോഗിക്കാമെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കോഴിയൊക്കെ വളർത്താൻ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ കോഴിയുടെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കുറേ നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോഴി വളർത്തൽ മാത്രമല്ലല്ലോ, കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വിത്തുകൾ കൊടുക്കുന്നുണ്ട്, ഗ്രോ ബാഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെറൈറ്റി വിത്തുകൾ, അതുപോലെ ഗ്രോ ബാഗ്, പൊന്നാങ്കണ്ണി ചീര, അസോള ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.